എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. പിണറായി വിജയൻ കണക്കുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ കണക്ക് കേട്ടാൽ സത്യം പറഞ്ഞാൽ എന്റെ പൊന്നു പ്രേക്ഷകരെ ചിരിച്ച് ചിരിച്ച് ചാവും നിങ്ങള്. അതായത് പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് മറുപടി കൊടുക്കാം. അതിനു മുമ്പ് പൊന്നു പ്രേക്ഷകരെ, അതായത് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ പിണറായി വിജയനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പൈസ ചെലവാക്കിയത് എന്ന്. അതിനുശേഷം മുഖ്യധാര CPM-കാരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്ന് വന്ന കണക്കാണ്. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ഈ ഒരു കണക്ക് കേട്ടാൽ. ഒന്ന് കേൾക്കണം. ഓക്കെ, ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി. അത്രയാ? 11 കോടിയാ? വസ്ത്രം മേടിച്ചതിന് 11 കോടി. എന്ത് എന്റെ പൊന്ന് പിണറായി വിജയൻ, ഇത്തിരി കുറഞ്ഞല്ലോ. 11 കോടിക്ക് ഡ്രസ്സ് കിട്ടുമോ പിണറായി വിജയൻ? ഓക്കെ, അടുത്ത കണക്ക്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി. ഷേടാ, ഇത് ഭയങ്കര കുറഞ്ഞല്ലോ. ജനറേറ്ററിന് 7 കോടിയാണ് പിണറായി വിജയ? വല്ലാത്ത എന്ത് നല്ല സർക്കാരല്ലേ. വേറെ ആരെങ്കിലും ഇപ്പൊ 50 കോടി ആവുമായിരുന്നു. നാണമുണ്ടോ പിണറായി വിജയ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണക്ക് പറയാൻ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി. ഓഹോ, എന്റെ പൊന്ന് പിണറായി വിജയൻ, എനിക്ക് 1 കോടി എന്ത് വേണ്ട, 1 ലക്ഷം തന്നാ മതി, ഞാൻ വരാം. ഏത് പാലത്തിന്റെ അടിയിൽ കല്ല് ഞാൻ നിരത്തി തരാം. 1 കോടി അവന്റെ ഒരു ഭാഗ്യം, അത് കിട്ടിയവന്റെ ഭാഗ്യം. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം. പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയ ചങ്ങായിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. എത്ര? 5000 റുപ്യയോ 6000 റുപ്യയോ. ബാക്കിയൊക്കെ പിണറായി വിജയനാണ്. ഞാൻ ഇങ്ങനെ വെച്ച് കേൾക്കുന്നത് മഴയാണ്, അതുകൊണ്ട് കേൾക്കുന്നില്ല. ഓക്കെ, പിണറായി വിജയന്റെ അടുത്ത കണക്ക്. മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000. മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000. നാണമുണ്ടോ പിണറായി വിജയ? ഇതൊക്കെ കണക്കാണോ? ഒരു മരിച്ചുപോയ, ഞാനൊരു കാര്യം പറയാം, മരിച്ചുപോയവരെ വിറ്റ് ജീവിക്കുകയാണ് പിണറായി വിജയൻ. നാണമുണ്ടോ നിങ്ങൾക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ കണക്ക്? ഇത് പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നു പിണറായി വിജയ, ഇതൊക്കെ കോടിക്കണക്കിന് രൂപയല്ല പിണറായി വിജയ. 4ഉം 5ഉം ലക്ഷമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം എല്ലാം ഞാനങ്ങ് നടത്തി തരാം പിണറായി വിജയ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി. 4 കോടി, അത് ഇത്തിരി കുറഞ്ഞല്ലോ പിണറായി വിജയ? കുറച്ച് കുറഞ്ഞ. ഒരു കാര്യം കൂടി പറയാം പൊന്നു പ്രേക്ഷകരെ, ഈ വീഡിയോ നാലാളിലേക്ക് എത്തണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പിണറായി വിജയൻ കാണിക്കുന്ന ഈ തട്ടിപ്പ് നമ്മൾ നാലാളിലേക്ക് പറയുക തന്നെ വേണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഭക്ഷണ ചെലവ് 10 കോടി. എന്റെ പൊന്നു പിണറായി വിജയ, ഭക്ഷണ ചെലവ് 10 കോടിയാ? എന്താണ് അവിടെ കഴിച്ചത്? ഞാൻ കണ്ടത് വയനാട് ദുരന്ത സമയത്ത്, പൊന്നു പ്രേക്ഷകരെ, വയനാട് ദുരന്ത സമയത്ത് അവിടെ കഞ്ഞാണ് അധികം കൊടുത്തത്. 10 കോടി എങ്ങനെയാണ് എന്റെ പൊന്നു പിണറായി വിജയ ഇങ്ങനൊക്കെ കണക്ക് വരുന്നത്? ഇതൊക്കെ ആരുടെ കണക്കാണ് പിണറായി വിജയ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ബേലിപ്പാലം 1 കോടി. ഓ, കോടി കോടി കോടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുട്ട ഉണ്ടല്ലോ, കോഴിമുട്ട, ഇത് പറയുമ്പോൾ അതിങ്ങയുടെ മുഖത്തേക്ക് എറിയണം. നാണമുണ്ടോ ഇങ്ങനെയുള്ള കണക്ക് പറയാനായിട്ട്? ഉളുപ്പ് വേണം മിസ്റ്റർ പിണറായി വിജയൻ ഇങ്ങനെയുള്ള കണക്ക് പറയാനായിട്ട്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇങ്ങനെ അത് ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകൾ. പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടര് വിധി എഴുതി. എന്റെ പൊന്നു പിണറായി വിജയ, ഞെട്ടും. എങ്ങനെ ഞെട്ടാതിരിക്കും? സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, തീർന്നിട്ടില്ല, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 1,80,00,000 രൂപ. കാലിത്തൊഴുത്തിന് 23 ലക്ഷവും ചാണകക്കുഴിക്ക് 4,40,000 രൂപയും ചെലവഴിച്ചു. എന്റെ പൊന്ന്, ചാണകക്കുഴി ഞാൻ എടുക്കുമായിരുന്നു എന്റെ പൊന്നു പിണറായി വിജയ. സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, എഞ്ചിനീയർ ആവണ്ട, മേസ്ത്രിപ്പണിക്ക് നിങ്ങൾ പോയി കഷ്ടപ്പെടണ്ട. അതായത് പിണറായി വിജയനോട് പറഞ്ഞാൽ മതി, ചാണകക്കുഴി അങ്ങനത്തെ എന്തെങ്കിലും കുഴി എടുക്കാൻ ഞങ്ങൾ വരാമെന്ന്. നമുക്ക് കോടിക്കണക്കിന് രൂപയല്ലേ കിട്ടുന്നത്? നാണമുണ്ടോ? 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്തന് ചാണകക്കുഴി ഉണ്ടാക്കി തരും മിസ്റ്റർ പിണറായി വിജയൻ. നിങ്ങൾക്ക് 44 ലക്ഷം വേണോ ഒരു ചാണകക്കുഴി ഉണ്ടാക്കാൻ? നിങ്ങൾ ഇത് UP-യിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പോയി പ്രസന്റ് ചെയ്താൽ അവറ്റകൾ അത് വിശ്വസിക്കും. ഞങ്ങളിത് വിശ്വസിക്കണമെന്നാണോ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ പറയുന്നത്? ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിൽ കരാർ നൽകിയത്. 21 മുതൽ ചെലവഴിച്ച കണക്കാണ് വെളിപ്പെടുത്തിയത്. നടുക്കുന്ന ഞെട്ടിക്കുന്ന കണക്കാണ്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്.
ഇവനൊക്കെ പൈസ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കണം. മിസ്റ്റർ പൊന്നു CPM-കാരോട് ഒരു കാര്യം പറയുകയാണ്, പാർട്ടി എന്ന് അല്ല പറയേണ്ടത്. പാർട്ടിക്കാർ നെറികേട് കാണിക്കുന്നുണ്ടെങ്കിൽ, പാർട്ടിക്കാർ വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചോദ്യം ചെയ്യണം. എന്റെ പൊന്നു CPM-കാരാ, ഇവിടത്തെ ഈ കണക്ക് നിങ്ങൾ കാണുന്നില്ല? ഇതൊക്കെ കണക്കാണോ? സത്യം പറഞ്ഞാൽ 5 ലക്ഷം റുപ്യ വേണ്ട. 5 ലക്ഷം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ പറഞ്ഞ കോടികൾ ഇപ്പൊ തന്നെ 100-150 കോടിയായി. ഇവൻ പറഞ്ഞ കോടി 5 ലക്ഷം ഉണ്ടെങ്കിൽ ഈ പണി പിണറായി വിജയൻ പറഞ്ഞതൊക്കെ നമുക്ക് സാധാരണക്കാരായ ഞാനോ നിങ്ങളോ പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിൽ തീരും. ഇതിനൊക്കെ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആകെ 1,80,81,000 രൂപ. കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ 98 ലക്ഷം. എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഇത് ഞാൻ ഇങ്ങനെ വിളിച്ച പറയുന്നത് ഇലക്ഷൻ വരുമ്പോ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു റൂമിന് എന്തിനാണ് 1 കോടി രൂപ? ഈ 1 കോടി രൂപയിൽ മിനിമം നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് അത്യാവശ്യം 4-5 വീട് നമുക്ക് നിർമ്മിക്കാം. നല്ല അടിപൊളി വീട് നമുക്ക് നിർമ്മിക്കാം. ഒരു റൂമിന് 1 കോടി രൂപ ചെലവായി എന്ന് പറയാൻ ഇത്തിരിയെങ്കിലും ഉളുപ്പമുണ്ടോ പിണറായി വിജയൻ സർക്കാർ? നിങ്ങൾക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. ഇപ്പൊ എന്താ പറഞ്ഞ? ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈനുകളൊക്കെ മാറ്റാനായി 5,61,000 രൂപ വേറെ. ഒരു നില വീടിന് എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ ലിഫ്റ്റ്? അതായത് എന്റെ പൊന്നു പ്രേക്ഷകരെ, ഒരു തട്ടിന്റെ വീടിന് എന്തിനാണ് ലിഫ്റ്റ്? അത് ചെലവായത് എത്ര? 17 കോടിയാ. നാണമുണ്ടോ മിസ്റ്റർ പിണറായി വിജയൻ? ഇതൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റിന്റെ നിങ്ങൾ മറ്റേ ഇത് മീറ്റിംഗ് വിളിക്കുന്നു, അവിടെ പോയി പറഞ്ഞാൽ മതി. കേരളത്തിലെ പാവങ്ങളായ ജനങ്ങളോട് നിങ്ങൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട കണക്ക് പറയണ്ട മിസ്റ്റർ പിണറായി വിജയൻ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ലിഫ്റ്റിന് മാത്രമല്ല, പശുക്കളെ സംരക്ഷിക്കാനും ലക്ഷങ്ങളുടെ കരുതലാണ് മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിക്കുണ്ടാവും ലക്ഷങ്ങള്, കോടികള്. കാരണം കിട്ടുന്നില്ല, ഇഷ്ടം പോലെ പൈസയല്ലേ ഇവൻ മുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കണക്ക് പറഞ്ഞാൽ മതി, ഇഷ്ടം പോലെ പൈസ മുക്കാമല്ലോ. നാണമില്ലേ മിസ്റ്റർ പിണറായി വിജയൻ? നിങ്ങളോട് അങ്ങനെ തന്നെ ചോദിക്കുന്നു, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ മിസ്റ്റർ പിണറായി വിജയൻ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. കാലിത്തൊഴുത്തിനും സംരക്ഷണ ഭിത്തിക്കും 23,90,000 രൂപ ചെലവാക്കിയപ്പോൾ ചാണകക്കുഴിക്കായി ഒഴുക്കിയത് 4,40,000 രൂപ. ഇയാൾ വെറും വെള്ള പെയിന്റ് ആണെങ്കിലും 12 ലക്ഷമാണ് പെയിന്റിങ്ങിന്റെ ചെലവ്. എന്റെ പൊന്നുമക്കൾ, നമുക്കൊരു ഈ പെയിന്റിന്റെ പണിക്കെന്തെങ്കിലും ഇറങ്ങിയാലോ? എന്താണ് ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു സാധാരണ വീടിന് 12 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വീടുണ്ടാവും. ഇവിടെ പിണറായി വിജയൻ പറയുകയാണ് കേവലം പെയിന്റിന് 12 ലക്ഷം രൂപ എന്ന്. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നതാണ് എന്റെ പൊന്നു പ്രേക്ഷകരെ. ഇത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി 2,44,000 മുടക്കി കബ്ബോർഡൊക്കെ വെച്ച് അടുക്കള അടിപൊളിയാക്കിയപ്പോൾ 2 തവണയായി ശുചിമുറി സൂപ്പറാക്കാൻ എടുത്തത് 2,95,000 രൂപ. എന്താ മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചത്. എന്തൊക്കെയാണല്ലേ നമ്മൾ ഈ കാണുന്നത്? നമ്മൾ ശുചിമുറി ശുചിമുറി നന്നാക്കാൻ 2-3 ലക്ഷം, 500 റുപ്യ മതി. 500 റുപ്യ 1 മണിക്കൂറിന്റെ പണിയാണ്. ഏതെങ്കിലും ഒരു ബംഗാളിനെ ഇല്ലെങ്കിൽ എന്നെ വിളിക്കും മിസ്റ്റർ പിണറായി വിജയൻ ശുചിമുറി നവീകരിക്കണം. അത് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് എനിക്കറിയില്ല. എന്ത് മണ്ണാങ്കട്ട ആയാലും 2-3 ലക്ഷം രൂപ വേണത്രേ. എന്ത് കണക്കാണ് മിസ്റ്റർ പിണറായി വിജയൻ? വായിൽ തോന്നിയത് വിളിച്ച് പറയാമെന്നാണ് മിസ്റ്റർ പിണറായി വിജയൻ. ഇതിനൊക്കെ ആരും ചോദിക്കൂല എന്നാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ വിചാരിച്ചത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇതെല്ലാം പൂർത്തിയായവയുടെ കണക്ക് മാത്രമാണ്. ബാക്കി ടെൻഡർ പുരോഗമിക്കുന്നു. മോഹൻലാലിനുള്ള ആദരത്തിനായി സർക്കാർ ചെലവാക്കിയത് 2.84 കോടി രൂപ. കായിക വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് 2 കോടി അനുവദിച്ചു. ധനവകുപ്പിനോട് 84 ലക്ഷം അനുവദിക്കാനും. അല്ല, ഞാനൊരു കാര്യം പറയാം. ലാലേട്ടനോട് 2 വാക്ക് സംസാരിച്ചത് 2 കോടി എങ്ങനെയാണ് ചെലവായത്? മിസ്റ്റർ പിണറായി വിജയൻ, ലാലേട്ടന് നിങ്ങൾ കോടി കൊടുത്തോ? അത് പറയണം. അതായത് എന്ത് പണ്ടാരടങ്ങിയ കണക്കാണ് ഈ പറയുന്നത്? പൊന്നു പ്രേക്ഷകരെ, ഞാൻ തൽക്കാലം കണക്ക് ഒന്ന് നിർത്തുന്നു. പൊന്നു പ്രേക്ഷകരോട് 2 വാക്ക് പറയുകയാണ്. ഇലക്ഷൻ വരാൻ പോവുകയാണ്. നമ്മുടെ കേരളം ഇപ്പൊ ഒരു കേരളമായി ഉണ്ട്. അതായത് ഖജനാവിൽ ഒന്നുമില്ല, കടങ്ങളായി നാറുകയാണ്. 3ാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാപ്പിൽ കേരളം അങ്ങ് ഇല്ലാതാവും. കേരളം പകുതി തമിഴ്നാടിലും പകുതി കർണാടകയിലും ഉണ്ടാവും. കാരണം കേരളത്തിൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ. കേരളത്തിലുള്ള പകുതി ജനങ്ങളും ആത്മഹത്യ ചെയ്ത് എങ്ങോട്ടെങ്കിലും ഓടും. ആത്മഹത്യ ചെയ്തതിൽ ബാക്കിയുള്ളവർ എങ്ങോട്ടെങ്കിലും ഓടും. അതായത് ഇതെന്ത് കണക്കാണ് പിണറായി വിജയൻ? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? വയനാട് ദുരന്തത്തിൽ മാത്രം ഇങ്ങനെയുള്ള വൃത്തികെട്ട കണക്കാണ് പിണറായി വിജയൻ നമുക്ക് കാണിച്ചത്. കോവിഡിന്റെ കണക്ക് നമുക്ക് കാണിച്ചിട്ടില്ല. അതിൽ എത്ര പൈസയാണ് മിസ്റ്റർ പിണറായി വിജയൻ മുക്കിയത്?
പ്രളയം വന്നപ്പോൾ അതിൽ നിന്ന് എത്ര പൈസയാണ് മിസ്റ്റർ പിണറായി വിജയൻ മുക്കിയത്? ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന കറണ്ട് ബില്ലും നമ്മൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട് വെക്കണമെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നമ്മൾ പൈസ കൊടുക്കണം. മറ്റേടത്ത പണ്ടാരത്തിന് നികുതി എന്ന് പറഞ്ഞിട്ട് ഈ പൈസയൊക്കെ പിണറായി വിജയൻ മുക്കുകയാണ്. പൊന്നു പ്രേക്ഷകരുടെ ഒരൊറ്റ കാര്യം പറയുകയാണ്, കർണാടകയിൽ സ്ത്രീകൾക്ക് ബസ്സിൽ ടിക്കറ്റ് ഇല്ല, ഇവിടെയൊക്കെ ടിക്കറ്റ് ഉണ്ടല്ലോ. പിന്നീട് എന്തൊക്കെ അതായത് പാവങ്ങൾക്ക് പെൻഷൻ ഉണ്ട്, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കർണാടകയിലുണ്ട്. കേരളത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ? ഈ പൈസയൊക്കെ പിണറായി വിജയൻ മുക്കുന്നതല്ലേ? എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രവൃത്തി ചെയ്തിട്ട് പറയുകയാണ് 5 കോടി ചെലവായി, അതായത് 5000 രൂപ, വെറും 5000 രൂപ ചെലവാവുന്നിടത്ത് പറയുകയാണ് 5 കോടി 10 കോടി. ഇവന് മൈക്കയിൽ 5 കോടി 10 കോടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യം പറഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, ഇതിനെയൊക്കെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. ഇതൊക്കെ എന്ത് മറ്റേടത്തെ കണക്കാണ് ഇവൻ പറയുന്നത്? ഇത് നമ്മൾ ഇതിനെ വിശ്വസിക്കണമെന്നാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ പറയുന്നത്? ഇതങ്ങ് UP-യിൽ പോയി പ്രസംഗിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. മനുഷ്യന്മാർ വിശ്വസിക്കുന്ന ചില കണക്കെങ്കിലും പറഞ്ഞൂടെ മിസ്റ്റർ പിണറായി വിജയൻ? കളവ് പറയുന്നുണ്ട് എല്ലാവരും, ചില അത്യാവശ്യത്തിന് കളവ് പറയുന്നുണ്ട് എല്ലാവരും. ഇതൊരു മറ്റേടത്തെ കളവായി പോയി. അതായത് എൻ്റെ പൊന്ന് അതായത് കളവ് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഇവർക്ക് കയ്യിൽ നിന്ന് പോവുകയാണ്. ഒരു നില വീടിന് 12 ലക്ഷം, 17 കോടി എന്തോ ലിഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓർക്കൂ, ഒരു നില വീടിന് എന്തിനാണ് ലിഫ്റ്റ്? ഇതൊക്കെ എന്ത് കണക്കാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഈ LDF എങ്ങാലും മൂന്നാമത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സഖാക്കളായിരിക്കും, എന്ത് മണ്ണാങ്കട്ടയായിരിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഖാക്കളാണെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ വോട്ടിട്ട് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം.